ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന കാര്യമാണ് 6 മാസത്തെ സാലറി എങ്കിലും നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എമർജൻസി ഫണ്ടായിട്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യം. ശരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതിന് 2.5% ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നത്. 6% കൂടുതലാണ് നമ്മുടെ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പൈസയുടെ വാല്യൂ ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു വരാനാണ് കാരണമാകുന്നത്. അപ്പോൾ എന്താണ് ഇതിനുള്ള ഒരു ബദൽ സംവിധാനമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് എമർജൻസി ഫണ്ടുകൾ നമുക്ക് ആവശ്യം വരുന്നത് ഹോസ്പിറ്റൽ കേസസിനാണ്. അതിന് ഒരു ഫിനാൻഷ്യൽ അച്ചടക്കത്തിന്, ഫിനാൻഷ്യൽ ഡിസിപ്ലിന് കൃത്യമായി നമുക്കൊരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു എമർജൻസിയുടെ ആവശ്യം അവിടെ നമുക്ക് കഴിഞ്ഞു. രണ്ടാമത് നമ്മുടെ ജോബ് നഷ്ടം അതല്ലെങ്കിൽ ബിസിനസ്സിലുള്ള എന്തെങ്കിലും ലോസ് കാരണമായിരിക്കും നമുക്ക് എമർജൻസി ഫണ്ടുകൾ ആവശ്യം വരുന്നത്. അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് 7-8% റിട്ടേൺ തരുന്ന ലോ റിസ്ക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതുപോലെ ഷോർട്ട് ടേം, അൾട്രാ ഷോർട്ട് ടേം മ്യൂച്വൽ ഫണ്ടുകളുമുണ്ട്. ഇത്തരം ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത് വഴി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും അതോടൊപ്പം ചെറിയ തോതിലെങ്കിലും നമ്മുടെ സമ്പാദ്യം വളരാനും ഇത് സഹായിക്കും. അപ്പോൾ ഇനി എമർജൻസി ഫണ്ടിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒന്നുകൂടി റീതിങ്ക് നമുക്ക് ചെയ്യാം. 1 മാസത്തെങ്കിലും എമർജൻസി ഫണ്ട് സൂക്ഷിക്കാം. ബാക്കിയുള്ളവ ഇതുപോലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ അതല്ലെങ്കിൽ മറ്റ് ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. താങ്ക് യു.